രഘുവേട്ടന്റെ ഈ അവസ്ഥ ഓർത്ത് എല്ലാവരും വിഷമിക്കുന്നെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. ഇതൊന്ന് നിർത്ത്. നമുക്കിത് വേണ്ട. നിങ്ങൾക്ക് അങ്ങനെ പറയാം. ഇന്ദ്രൻ എല്ലാവരും ഉണ്ട്. ഒരു കുടുംബം, കുഞ്ഞ്, വീട്ടുകാര്, അങ്ങനെയല്ല. പക്ഷെ എനിക്കോ? ഞാൻ എന്തിനാ ജീവിക്കുന്നത്? ആർക്കു വേണ്ടി ജീവിക്കുന്നത്? ഇന്ദ്ര, എനിക്ക് കുടിച്ചു കുടിച്ച് മരിക്കണം. അതാ നല്ലത്. ലച്ചുമോളെ രഘുമാർന്നോ? എടാ, ആ കുഞ്ഞിന് അവളുടെ അച്ഛനെ വേണം. അവളെ കുറിച്ചെങ്കിലും ഓർത്തോ നീ? ഇല്ല ഇന്ദ്ര, അവളുണ്ടല്ലോ അമ്പിളി. അവളെന്റെ കുഞ്ഞിനെ എന്നീന്ന് അകറ്റും. എന്നിട്ട് എന്റെ മോള് വലുതാവുമ്പോ എന്നെ തള്ളി പറയും. മദ്യപിക്കുന്നോണ്ടാ രഘുവേട്ടന് ഇതൊക്കെ ഇങ്ങനെ തോന്നുന്നത്. നിങ്ങൾ തമ്മിലുള്ള വഴക്കും പിണക്കും ഒക്കെ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ച് തീരാവുന്നതല്ലേ ഉള്ളൂ. ഉപദേശിക്കാനേ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷെ അത് അനുഭവിക്കുന്നവർക്ക് അതിന്റെ സുഖം അറിയും. എനിക്ക് ഈ ജീവിതം മതി. എല്ലാം എന്റെ കൈവിട്ടു പോയി. രഘുവേട്ടാ, എത്ര പറഞ്ഞാലും എന്താ മനസ്സിലാവാത്തെ? രഘു, എടാ, നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തെല്ലാം നിനക്ക് നഷ്ടമാവും. നീ അത്രയെങ്കിലും ഓർക്ക്. അതിനെല്ലാം പോയില്ല ഇന്ദ്ര. എനിക്ക് സ്വന്തമായിട്ട് ഒന്നുമില്ല. ഒന്നുമില്ല. രഘുവേട്ടാ, ഒന്ന് നിർത്തിക്കേ. ഇനി ഈ പരിപാടി ഈ വീട്ടിൽ നടക്കില്ല. ഇവിടെ വെച്ച് മദ്യപിക്കാൻ ഞാൻ സമ്മതിക്കില്ല.